ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. റോസാ ചെടികൾ നല്ല കുലയായി നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സും കെയറും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റോസ് നടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ സോയിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. അപ്പം മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര വെള്ളം വീണെന്ന് പറഞ്ഞാൽ അതിൽ കെട്ടിക്കിടക്കാൻ ഇടയാകല്ല. ഈവൻ പെരുമഴയാണെങ്കിൽ കൂടി അത് നല്ലതുപോലെ ഡ്രെയിനായി പോകണം. കെട്ടി നിൽക്കുകയാണെങ്കിൽ റോസ് പെട്ടെന്ന് ചീത്തയായിപ്പോൾ, അതായത് ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നു റോസ് മുരടിച്ച് അതൊരു വളർച്ചയില്ലാതെ ആയിപ്പോവും. അതേപോലെ തന്നെ റോസിന് നല്ല പോലെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ അതിന് നല്ലപോലെ നമ്മൾ NPK വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കണം. അതേപോലെ ഒരു നല്ല ഹെൽത്തി റോസിൻ്റെ ലക്ഷണമാണ് ഇതേപോലെ നല്ല വലിപ്പമുള്ള നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെ പൂക്കളും ണ്ട കാര്യവും ചെടിയുടെ ആരോഗ്യവും. ഈ നല്ല വലിപ്പമുള്ള പൂക്കൾ ഇതേപോലെ നല്ല ഹെൽത്തി പ്ലാന്റിലേ ഉണ്ടാകത്തുള്ളൂ. ഈ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ ചുരുണ്ടിരിക്കും, മുരടിച്ചിരിക്കും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഒന്നുകിൽ ഓരോ ജീവികൾ ആക്രമിച്ച് അതത്ര ഹോൾസൊക്കെ വന്ന് അതുപോലുള്ള ഇലകൾ ഞാൻ കാണിച്ചു തരാം. ജീവികളുടെ ആക്രമണമൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഫെർട്ടിലൈസറാണെന്ന്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മുട്ടയുടെ തോട് മാത്രമാണ്. ഈ മുട്ടത്തോടിൻ്റെ കൂടെ നമ്മളൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഫെർട്ടിലൈസറിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റോസ് ചെടികൾക്ക് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കണ്ടോ, റോസിൻ്റെ മൊട്ട് കണ്ടോ. ഈ റോസ് നടുമ്പോൾ വേറെ ഒരു കാര്യം, ഞാൻ സോയിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ ചെടികളിലേക്ക് വരികയാണെങ്കിൽ അത് നല്ലതുപോലെ പൂക്കാൻ അത് സഹായകമാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ വളർന്നു വരും. ഒരിക്കലും ഒരു മൂടലുള്ള പ്രദേശത്തോ അല്ലെങ്കിൽ വേറെ മരത്തിൻ്റെ ഷെയ്ഡിലോ നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിലോ ഒന്നും റോസ് വെക്കരുത്. റോസ് നല്ല പോലെ വെയിൽ കിട്ടുന്ന ഫുൾ സണ്ണ്, ഒരു 6 hours അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ, ഇത് കണ്ടോ, ഇതൊരു ക്ലൈംബിംഗ് റോസ് ആട്ടോ. ഇത് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്തേനെ ഈ പിക്ചർ. അപ്പോൾ മുട്ടയുടെ തോട് ആണ് ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത്. മുട്ടയുടെ തോട് ഞാൻ വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി വെച്ചിരിക്കുക. കാരണം ആ ഉണക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ കൈയും കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്താൽ പൊടിയണം. ആ രീതിയിലാണ് നമ്മൾ മുട്ടയുടെ തോട് പൊടിച്ച് എടുക്കേണ്ടത്, അതായത് ഉണക്കിയെടുക്കേണ്ടത്. ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിക്കും. ഈ മുട്ടയുടെ തോട് ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്, നമ്മൾ വീട്ടിലൊക്കെ സവാളയൊക്കെ എടുക്കുമല്ലോ, ആ സവാളയുടെ തോല്, അതേപോലെ വെളുത്തുള്ളിയുടെ തോല് ഒക്കെ നമ്മൾ ഈ മുട്ടയുടെ തോട് ഉണങ്ങാൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇത് കണ്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രഷ് ഒരു 1-2 ഒന്ന് പൾസ് ചെയ്താൽ മതി, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. കാരണം ഇത് മുട്ടയുടെ തോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ഉണങ്ങിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടും. ഇത് കണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിൽ നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത്രയൊക്കെ മതിയാകും റോസ് ചെടിക്ക്. ഓക്കെ, അപ്പോഴേ ഞാനിത് പൊടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മുട്ടയുടെ തോട് നിങ്ങൾ ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ ബനാന പീൽസ്, നമ്മുടെ പഴത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് ഉണങ്ങി ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല. കാരണം പഴത്തിൻ്റെ തൊലിക്കകത്ത് നല്ല അളവിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് പൂക്കളുടെ കളറിനും അതുപോലെ വലിപ്പത്തിനും ഇലയ്ക്കും ഒക്കെ നല്ലതാണ് ഈ പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ലതുപോലെ പൂക്കും. ആർട്ടിഫിഷ്യൽ അല്ല, ഇതുപോലെ നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് റോസ് ചെടികൾക്ക് കൊടുക്കുക. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ പ്രാവശ്യം അതേ തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് രാസവളങ്ങൾ ഇടുകയാണെങ്കിൽ ചെടിയുടെ ആരോഗ്യം അങ്ങ് പോകും.
എന്നാൽ ചെടികൾ പിന്നീട് ഇത് നമ്മുടെ ഓർഗാനിക് വളങ്ങളോട് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. നമ്മൾ ഇടയ്ക്ക് മാറ്റി മാറ്റി ഇടുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരു ചെടിക്ക് നമ്മൾ ഓർഗാനിക് വളമാണ് കൊടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ഓർഗാനിക് വളം കൊടുക്കും. കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ, ഇലയൊക്കെ ഓരോ ജീവികളെ അറ്റാക്ക് ചെയ്ത് കണ്ടോ കിഴുത്ത വീട് ഇരിക്കുകയാണ്. ഈ ഒരു കാര്യം മതി നമ്മുടെ ഈ ചെടിയുടെ ആരോഗ്യം കംപ്ലീറ്റ് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ നീം ഓയിൽ സ്പ്രേ ചെയ്യാൻ പറ്റും. അതായത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 3-4 ml 2 to 3 ml ആയാലും മതി കേട്ടോ. അത്രയും ml നീം ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1-2 ഡ്രോപ്സ് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഇലകളിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ചെടിക്ക് നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ചൂട്ടിലുള്ള കളകളൊക്കെ പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മണ്ണൊന്ന് ജസ്റ്റ് അതിൻ്റെ ടോപ്പ് സോയിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെടിക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ആ ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റി ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതൊരു നല്ല ഫെർട്ടിലൈസറാണ്. കാരണം ഈ റോസ് ഈ നിങ്ങൾക്കറിയാം എക്സെല്ലിൻ്റെ അകത്ത് ചെടിക്ക് വേണ്ട നല്ല ഗുണങ്ങൾ, അതായത് കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓർഗാനിക് NPK എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ലപോലെ വളർന്ന് പന്തലിച്ച് വരും. അത് റോസ് ചെടികളുടെ മുരടിപ്പ് മാറി വളർന്നു വരും. ഈ ഒരു രീതി നിങ്ങൾക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം 15 ദിവസത്തിൽ 1 വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രൂണിങ്ങിൻ്റെ കാര്യം പറയുകയാണ്. ഇതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം ഒരു പൂ വന്നതിന് ശേഷം അതൊരു ഉണങ്ങി ഇച്ചിരി ഒന്ന് ആകുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് നമ്മൾ കളയണം. അതായത് പൂവിൻ്റെ കുറച്ച് 2-3 ബ്രാഞ്ചിൻ്റെ താഴെ വെച്ച്, ഇലയുടെ ഒക്കെ താഴെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ആ ചെടിക്ക് ഒന്നുകൂടി ആരോഗ്യത്തോടെ വളർന്നു വരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ താഴെ വെച്ച് ഒരു കുറച്ച് ഒന്നുകിൽ നിങ്ങളുടെ ഈ സാഫ് എന്ന് പറയുന്ന ആൻറ്റി ഫംഗൽ പൗഡർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ, എല്ലാവരുടെയും വീട്ടിൽ മഞ്ഞൾപ്പൊടി കാണുമല്ലോ, അപ്പോൾ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി താഴോട്ട് ഡൈബാക്ക് ഡിസീസ് വരാതെ ചെടിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സാഫ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ലായിരിക്കും, അതൊരു ആൻറ്റി ഫംഗൽ പൗഡറാണ്. അത് നമുക്ക് നഴ്സറികളിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും. ആ ഒരു സാഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെടിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ താഴേക്ക് കറുത്ത് പോകാതെ നമുക്ക് ആ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സാഫ്. ഈ പൂവുണ്ട്, പൂവിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ അത്ര നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും. കാരണം നമ്മുടെ ഒരു കൈയെക്കാട്ടിലും വലിപ്പമുള്ള ഒരു പൂവാണിത്. ഇതേപോലെ നല്ല വലിപ്പമുള്ള പൂവ്, അതേപോലെ കുലയായിട്ട് പൂക്കളുണ്ടാകാനും നിങ്ങൾക്ക് ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഈ എക്സെൽ ഫെർട്ടിലൈസർ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ എക്സെൽ ഫെർട്ടിലൈസറിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഓർഗാനിക് NPK കൂടി ആഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതുപോലെ കിളിച്ച് വരുന്നതായിരിക്കും. കണ്ട് ഇതിൻ്റെ പൂക്കളുടെ കളറ് നല്ല ബ്രൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുക, എന്നാൽ നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിലും കിട്ടും. നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും. അത് വാങ്ങിച്ച് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി ചെടികളുടെ ചുവട്ടിലും ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകൾക്ക് നല്ല പച്ച നിറവും അതുപോലെ തന്നെ പൂവിനും നല്ല വലിപ്പമുള്ള പൂവും നല്ലതായിട്ട് വരാനും അത് സഹായിക്കും. നമ്മൾ റോസ് ചെടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഈ മഗ്നീഷ്യം സൾഫേറ്റ്, അല്ലെങ്കിൽ വേറെ പേര് എന്തെന്നറിയത്തില്ല, മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് സാധാരണയായിട്ട്, അതല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്ന് പറയും. എപ്സം സോൾട്ട്, അതേപോലെ തന്നെ ഈ സാഫ് ആൻറ്റി ഫംഗൽ ഏജൻറ്റാണ്. അത് സാഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ റോസിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നീം ഓയിൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ റോസ് ചെടികൾ നല്ല കുലയായി നല്ല വലിപ്പമുള്ള പൂക്കളുണ്ടാവുകയും നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പോട്ടിംഗ് സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വേറെ ജീവികൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീം ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വേറെ നിങ്ങൾക്ക് നീം ഓയിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻസെക്ടിസൈഡ് അല്ലെ പെസ്റ്റിസൈഡ് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ റോസിന് ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റോസിന് ഞാൻ കൊടുക്കുന്നത് സവാളയുടെ തോല്, അതേപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട്. ഇത് രണ്ടും നമ്മുടെ റോസിന് ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ലിൻസീസ് ലിങ്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഏത് ചെടിയാണ് ഇഷ്ടം, ഏത് ചെടിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത്, അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു.